ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര പേർ ഇപ്പോഴും നിങ്ങളുടെ ജോലി ആസ്വദിക്കാതെ കുറേ നാളായി ഒരേ പണി തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ജോബ് ബോറിംഗ് ആയി പോയാൽ നമ്മളുടെ പെരുമാറ്റത്തെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ ഇതേക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന പഠനം കരിയർ പ്ലാറ്റോ എന്ന ഒരു കോമൺ പ്രശ്നത്തെക്കുറിച്ചാണ്. കരിയർ പ്ലാറ്റോ എന്നും പറഞ്ഞാൽ ജോബിൽ പ്രൊമോഷൻ ലഭിക്കാതെ പുതിയ ചാലഞ്ചസ് ഒന്നുമില്ലാതെ നമ്മൾ ഒരേ സ്ഥിതിയിൽ തന്നെ ഒരുപാട് നാൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് പറ്റിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കരിയർ പ്ലാറ്റോ വർക്കിലുണ്ടാകുമ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് വർക്ക് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ CWB എന്നൊക്കെ പറയുന്ന ചില നെഗറ്റീവ് ആക്ഷൻസ് എംപ്ലോയീസ് കാണിക്കുമെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. ഈ പഠനത്തിലെ കീ ഫൈൻഡിങ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ ഫൈൻഡിങ്, ജോബ് കണ്ടന്റ് പ്ലാറ്റോ ആൻഡ് ഇൻഡിവിജ്വൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് വർക്ക് ബിഹേവിയർ. ജോബ് കണ്ടന്റ് പ്ലാറ്റോ എന്ന് പറയുന്നത് നമ്മൾ സെയിം ടാസ്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബോർഡമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാനൊരു ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുകയാണ്. അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, ജോലി ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയപ്പോൾ ബോർഡും കാരണം ഒരു സ്റ്റേജിൽ അവൻ വെറുതെ ഫോൺ ഉപയോഗിച്ച് ഗെയിം കളിച്ച് ഓഫീസ് ടൈം വേസ്റ്റ് ചെയ്യാറാണ് പതിവെന്ന്. അതായത് ബോർഡം ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ടു CWB എന്ന് ചുരുക്കം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രൊഡക്റ്റീവായി സ്പെൻഡ് ചെയ്യേണ്ട എത്ര ടൈമാണ് അവൻ വേസ്റ്റ് ആക്കിയതെന്ന്. ഇനി രണ്ടാമത്തെ ഫൈൻഡിങ്സിലേക്ക് വരികയാണെങ്കിൽ, ഹൈറാർക്കിക്കൽ പ്ലാറ്റോ ആൻഡ് ടീം CWB എന്ന് പറഞ്ഞാൽ ഓർക്കണം, കൗണ്ടർ പ്രൊഡക്റ്റീവ് വർക്ക് ബിഹേവിയേഴ്സ്. ഹൈറാർക്കിക്കൽ പ്ലാറ്റോ എന്ന് പറയുന്നത് പ്രൊമോഷൻ കിട്ടാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ലാത്ത സ്റ്റേജാണ്. ടീമിലൊക്കെ ഇതുണ്ടായാൽ അത് ടീം ബിഹേവിയേഴ്സിലും റിഫ്ലക്റ്റ് ചെയ്യും. ടീമിലുള്ള എല്ലാവരും കളക്റ്റീവായി ഡിസ്ഇൻട്രസ്റ്റഡ് ആകും. ടീം ഔട്ട്പുട്ട് കുറയും. ചിലർ ഓപ്പണായി പറഞ്ഞാൽ ഗോസിപ്പ് പോലുള്ള നെഗറ്റീവ് ടീം ബിഹേവിയേഴ്സും ചെയ്യും. ഇനി അവസാനത്തെ ഒരു ഫൈൻഡിങ് പഠനത്തിൽ പറയുന്നത് വർക്ക് ഏലിയനേഷൻ ആസ് എ മീഡിയേറ്റർ എന്നാണ്. വർക്ക് ഏലിയേഷൻ എന്നത് ഒരു ഫീലിംഗ് ആണ്. എനിക്കെൻ്റെ ജോലി യൂസ്ലെസ് ആണ്, ഓർഗനൈസേഷൻ എന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്നൊരു നെഗറ്റീവ് ഫീലിംഗ്. പ്ലാറ്റോ ആവുമ്പോൾ ഈ ഏലിയനേഷൻ കൂടും. ഇത് നെഗറ്റീവ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന രീതിയിൽ തിരിച്ചടിയായി കൗണ്ടർ പ്രൊഡക്റ്റീവ് വർക്ക് ബിഹേവിയേഴ്സായി മാറുകയും ചെയ്യും. ഇനി നമുക്കുള്ള ആക്ഷണബിൾ ടിപ്സ് പറയുകയാണെങ്കിൽ, പ്രാക്ടിക്കലായി ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഒന്ന്, ടാസ്ക് ക്രാഫ്റ്റിംഗ്. ജോബ് ബോറിംഗ് ആയി പോയാൽ ടാസ്ക് ക്രാഫ്റ്റിംഗ് ചെയ്യണം. ജോബ് റോൾ മോഡിഫൈ ചെയ്ത് പുതിയ സ്കിൽസ് കൂടി ആഡ് ചെയ്ത് ബോർഡം കുറയ്ക്കുകയും ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ്മെൻറ്റ് വർദ്ധിപ്പിക്കുക, അതാണ് വേറൊരെണ്ണം. അത് ടീം ലെവൽ പ്ലാറ്റോ ഒഴിവാക്കും. ഇനി മൂന്നാമത്തത്, സൂപ്പർവൈസറിനോടോ HR സംസാരിച്ച് നിങ്ങളുടെ ടാസ്ക് റീസ്ട്രക്ചർ ചെയ്യുക. നാലാമത്തെ കാര്യം, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം, അത് ബോർഡം കുറയ്ക്കും. അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത്, ടീമായി ന്യൂ പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാസ്കിലോ ഇൻവോൾവ് ചെയ്യുക. ഇത് കളക്റ്റീവ് ഏലിയനേഷൻ കുറയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഈ കരിയർ പ്ലാറ്റോ ഒരു കോമൺ ഫിനോമിനനാണ്. പക്ഷേ നമ്മൾ പ്രൊആക്റ്റീവായി എന്തെങ്കിലും ചെയ്താൽ ഇത് മാനേജ് ചെയ്യാനും കൗണ്ടർ പ്രൊഡക്റ്റീവ് വർക്ക് ബിഹേവിയേഴ്സ് കുറയ്ക്കാനും കഴിയും. നിങ്ങൾക്ക് കരിയർ പ്ലാറ്റോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ എന്തൊക്കെ സൊല്യൂഷൻസാണ് നിങ്ങൾ ട്രൈ ചെയ്തത്? കമൻസിൽ ഷെയർ ചെയ്യൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you soon with another interesting topic. Until then, bye.